സർ, അതുപോലെ നിലവില് കേരളത്തിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളായിട്ട് കരുതുന്നത് ഏതൊക്കെ പ്രശ്നങ്ങളാണ്? അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിനുള്ളൊരു ബദൽ മാർഗങ്ങളായിട്ട് പ്രതിവിധികളായിട്ട് UDF മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? UDFന് ഇപ്പം പിന്നെ ചെയർപേഴ്സൺ ആണല്ലോ അല്ലെ അനീന. അപ്പൊ നിങ്ങൾ ചോദ്യം വളരെ കറക്റ്റാണ്, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ഒരു വള്ളിക്കുന്ന് മണ്ഡലത്തിന്റെ കാര്യം മാത്രമല്ല, കേരളത്തിന്റെ മൊത്തം കാര്യങ്ങൾ. അപ്പൊ UDF എന്താ മുന്നോട്ട് വെക്കുന്നത്? UDF കൃത്യമായുള്ള ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരത്ത് ഒരു കോൺക്ലേവ് നടത്തി ഹയർ എഡ്യൂക്കേഷൻ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ആ കോൺക്ലേവിൽ കൃത്യമായിട്ടുള്ള ആദ്യം ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന് പരിഹാര മാർഗവും UDF മുന്നോട്ട് വെക്കുന്നു. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ കേരളത്തിൽ ഇത്രയധികം സൗകര്യങ്ങളുണ്ടെങ്കിലും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. എൻറോൾമെന്റ് കുറഞ്ഞു വരികയാണ്. ഈ കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ പോലും ആഗ്രഹിച്ചു കാണും വിദേശത്ത് പോയി പഠിക്കാമെന്നുള്ളത്. അപ്പൊ വിദേശത്തേക്ക് പോവുക എന്നുള്ളൊരു ട്രെൻഡ് വരികയാണ്. എന്തുകൊണ്ടാണ് വന്നത്? കേരളത്തിലെ എഡ്യൂക്കേഷന്റെ, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ക്വാളിറ്റി കുറഞ്ഞു വരാൻ കാരണം എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ജോബ് ഓറിയന്റഡ് ആവണം, അത് സ്കിൽ ഡെവലപ്മെന്റിന് പ്രാപ്തമാകണം. അപ്പൊ സ്കില്ലും അതോടൊപ്പം തന്നെ ജോബും എല്ലാറ്റിനും പറ്റുന്ന വിധത്തിൽ ഒരു കോഴ്സാക്കി കേരളത്തിലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ മാറ്റിയെടുക്കേണ്ടത്. ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഏകദേശം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് വെറും 18,000 കുട്ടികൾ മാത്രമാണ് പുറത്തുപോയി പഠിച്ചിരുന്നത് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ. ഈ ഗവൺമെന്റ് 10 വർഷം ഭരിച്ചപ്പോഴേക്ക് ഏകദേശം 2.5 ലക്ഷം കുട്ടികൾ ഇപ്പം പുറത്തുപോയി പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അത് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. പിണറായി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. കുട്ടികളൊക്കെ പുറത്തേക്ക് പോവുക. ഇവിടെ അതിന് കുട്ടികൾക്ക് താല്പര്യമില്ല. അപ്പൊ അതിന് ബ്രെയിൻ ഡ്രെയിൻ വലിയതാണ്. ഒന്ന്, നമ്മുടെ സമ്പത്ത് പോകുന്നു. നമ്മുടെ ഏറ്റവും മുതലെന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള കുട്ടികളുടെ ബ്രെയിൻ, അത് നമുക്ക് കേരളത്തിൽ നഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവരെ പിന്നെ തിരിച്ചു വരുന്നില്ല. ആ രീതിയിലേക്ക് വലിയ നഷ്ടം കേരളത്തിന് സംഭവിക്കുന്നുണ്ട്.